ഒരു മാസത്തിനിടെ 3 പേരാണ് കാട്ടാന ആക്രമണത്തിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ മരിച്ചത് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന ഒരു കണക്ക്. ഇന്നലെ വൈകിട്ട് 3:30 അമറിലാഹിക്ക് കാട്ടാന ആക്രമണത്തിൽ ദാരുണമായി പരിക്കേറ്റത്. ഉടൻ തന്നെ അദ്ദേഹത്തെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമറിലാഹിയുടെ വീട്ടിലാണ്. നിലവിൽ ഇവിടുത്തെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. 8 മണിയോടുകൂടി ഖബറടക്കത്തിനുള്ള നടപടി ഉണ്ടാകും. അതിനോട് വേണ്ടി മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹം കൊണ്ടുപോകും എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഈ സംഭവത്തിലുണ്ട്, നാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ പ്രദേശത്ത് കാട്ടാന ആക്രമണം അതിരൂക്ഷമാണ്. പലതവണ വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു നടപടി വൈകി എന്നുള്ളൊരു ആക്ഷേപവും പരാതിയും നാട്ടുകാർക്കുണ്ട്. മാത്രമല്ല നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്തിന് സമീപം, അതായത് ജനവാസ മേഖല അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്, അതായത് റിസർവ് ഫോറസ്റ്റ് ആണ്. അതിനോട് ചേർന്നാണ് ജനവാസ മേഖല തുടങ്ങുന്നത്. ഈ പ്രദേശത്ത് കാട്ടാനകൾ എത്താതിരിക്കാൻ വേണ്ടി നാട്ടുകാർ തന്നെ പണം മുടക്കി ഒരു ഫെൻസിംഗ് ഒക്കെ ഈ പ്രദേശത്ത് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്.